ഈ വർഷം എത്രാമത്തെ വള്ളംകളിയാണെന്നറിയോ? ആക്ഷൻ. ചെമ്മീൻ എങ്ങനെയുണ്ട് ജിഷ്ണു? ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സൂപ്പർ സുഖത്തിലാണ്. ഇപ്പോൾ പെട്ടി തൂക്കി എവിടേക്കാണ് പോകുന്നതെന്നല്ലേ? ഒന്ന് ആലപ്പുഴ വരെ നെഹ്റു ട്രോഫി വള്ളംകളി കാണാൻ പോവാം. നമ്മൾ എവിടേക്കാ പോകുന്നത്? എത്രാമത്തതാണ് ഇപ്പൊ നടക്കുന്ന വള്ളംകളിന്ന്? ആൻസർ ഒരു 80 ഉണ്ടായിട്ടുണ്ട്. മുമ്പ് എത്രയും അങ്ങനെയൊന്നുമില്ല. പണ്ട് നെഹ്റു വന്നപ്പോൾ വള്ളംകളി കളിച്ചായിട്ടാണ് പുള്ളിനെ അന്ന് ഏതൊരു കൊല്ലം എന്ന് പറഞ്ഞില്ല, പുള്ളിനെ അന്ന് ആനയിച്ച് കൊണ്ടുവന്നത്. പുള്ളിക്ക് അത് ഇഷ്ടപ്പെട്ടു. പുള്ളി ട്രോഫി കൊടുത്തു. ആദ്യം പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നെങ്ങാനായിരുന്നു അതിന്റെ പേര്. നെഹ്റു മരിച്ചപ്പോൾ നെഹ്റു ട്രോഫി വള്ളംകളി ആക്കിയതോ അങ്ങനെ എന്തൊക്കെയാണ് അതിന്റെ ബാക്കിൽ എന്തൊക്കെ ഒരു സംഭവം. ശരിക്കും ഓർമ്മയില്ല. ഇതൊക്കെ സത്യമാണോ എന്ന് എനിക്ക് സത്യമായിട്ടും അറിയില്ല. ഇത് ബെങ്കു തള്ളിയതാണെങ്കിൽ ഐ ഡോണ്ട് നോ. പറഞ്ഞതെല്ലാം ശരിയാണോ എന്ന് വെരിഫൈ ബെങ്കു. ഇവിടെ പിന്നെ ഒന്നും അറിയാത്തതുകൊണ്ടൊക്കെ കിടന്നാ മതി. ഫൈനലി ആലപ്പുഴയിലെത്തി. വൈകുന്നേരം 6:30 എത്തേണ്ട ജനശതാബ്ദി ആലപ്പിയിലെത്തുന്നത് 7:30 കഴിഞ്ഞിട്ട്. വൻ പോസ്റ്റ്. വള്ളംകളി നാളെയാണ്. ഞങ്ങൾ പക്ഷേ തലേന്ന് തന്നെ എത്താൻ വിചാരിച്ചതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ നാളെ രാവിലെയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ മേ ബി തിരക്കും പടയൊക്കെ ആയിട്ട് മൊത്തത്തിൽ ബുദ്ധിമുട്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം ഞങ്ങൾ സേഫ് ഓപ്ഷൻ എടുത്തു, തലേന്നേ എത്തി. ആലപ്പുഴ എത്തിയപാടെ ഞങ്ങൾ ഫ്രണ്ട് കൂട്ടാൻ വരുമെന്നാണ് പറഞ്ഞത്. ചെറുതായിട്ട് ഞങ്ങൾക്ക് അവൻ പോസ്റ്റ് തന്നു. ഒടുവിൽ അവൻ വന്നു. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കണം. വിശന്നിട്ട് പാടില്ലായിരുന്നു. പിന്നെ ഞങ്ങളാണ് രാത്രി ലോക സിനിമ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവൻ ലേറ്റാക്കി, ട്രെയിൻ ലേറ്റാക്കി, എല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് നേരെ പോയി ഫുഡ് കഴിച്ച് സ്റ്റേയിൽ ബാഗെല്ലാം വെച്ച് കഴിഞ്ഞാൽ ഉടനെ ലോക കാണാമെന്നായിരുന്നു. ലോക കണ്ടു കഴിഞ്ഞാൽ രാത്രി വന്ന് കിടന്നുറങ്ങുക, അത്രമാത്രമേ പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് രാവിലെ എണീറ്റ് ആലപ്പിയൊക്കെ വന്ന സ്ഥിതിക്ക് ഒന്ന് കള്ള് ഷോപ്പിലൊക്കെ പോകാതെ എങ്ങനെയാ അല്ലേ? വള്ളംകളി എന്തായാലും തുടങ്ങാനായിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ആദ്യം തന്നെ രാവിലെ തന്നെ കള്ള് ഷാപ്പിലേക്കാണ് നേരെ പോകുന്നത്. വെയിലത്തിറങ്ങുമ്പോൾ UV റേസ് തട്ടാണ്ടിരിക്കാൻ വേണ്ടി നല്ല ഗുഡ് ബോയ്സ് ആയിട്ട് ബെങ്കുവും സിബിയും ഇവിടെ സൺസ്ക്രീൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ പോയത് കള്ള് ഷാപ്പിലേക്കാണെങ്കിലും വള്ളംകളിയാണ് നമ്മൾ മെയിൻ. അതുകൊണ്ട് വള്ളംകളീൻ്റെ മെയിൻ കാര്യങ്ങളായിരിക്കും ഞാൻ ആദ്യം ഇടുന്നത്. ബാക്കി കള്ള് ഷാപ്പിലെ വീഡിയോ അത് കഴിഞ്ഞ് ഫോളോ അപ്പ് ആയിട്ടായിരിക്കും വരുന്നത്. എങ്ങനെയുണ്ട്? കള്ള് പിറ്റ്. ട്രെയിൻ നമ്പർ 1243. എന്താ? ഒന്നില്ല മൂക്കൊന്നില്ല. വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ബെങ്കു ഒരു വേഗ ഐഡിയ ഈ നെഹ്റു ട്രോഫി വള്ളംകളീനെ പറ്റി തരുന്നുണ്ട്. ഞാനതൊന്ന് പഠിച്ചു. അപ്പം ഞാനതൊന്ന് പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. എന്നെ പോലെ അറിയാത്തൊരു കുറേ പേരുണ്ടാവുമല്ലോ. അപ്പം നമ്മളെ 71st എഡിഷൻ ഓഫ് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ഇപ്പം നടക്കുന്നത്. പണ്ട് 1952 ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ കേരളത്തിൽ ആലപ്പുഴയിലൊന്ന് വിസിറ്റ് ചെയ്തപ്പം ഇവിടുത്തെ ട്രഡീഷണൽ ആയിട്ടുള്ള ബോട്ട് റേസ്, അതായത് വള്ളംകളി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് കണ്ടിഷ്ടപ്പെട്ടിട്ട് അതിൻ്റെ വിന്നേഴ്സിന് വേണ്ടിയിട്ട് ഒരു സിൽവർ ട്രോഫി പുള്ളിക്കാരൻ ഡൊണേറ്റ് ചെയ്തു. അങ്ങനെ ആ ട്രോഫി ഈ ഒരു ഇവൻറ്റിൻ്റെ പ്രൈസായി മാറി. പിന്നീട് ഇതൊരു ആനുവൽ ട്രഡീഷനായി മാറുകയും ചെയ്തു. ആദ്യമൊന്നും ഇതിൻ്റെ പേര് നെഹ്റു ട്രോഫി എന്നല്ലായിരുന്നു. പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മെമ്മറിയിലാണ് ഇതിനെ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് വിളിച്ചത്. അങ്ങനെ ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ എല്ലാ കൊല്ലവും ഈ വള്ളംകളി നടത്താൻ തുടങ്ങി. ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയില്ലേ? കമ്മിങ് ടു ദ ടോപ്പിക്. ഞങ്ങളിവിടെ എത്തുമ്പോഴേക്ക് നല്ല മഴ. ഞങ്ങളതിൽ കുടയുമില്ല, റെയിൻകോട്ടും ഇല്ല. ഞങ്ങളെ സ്പോട്ട് വരെ നടന്ന് മഴയത്തങ്ങ് പോയി.
അപ്പം ഞങ്ങൾ 1500 രൂപ കൊടുത്ത് ബുക്ക് ചെയ്തത് റോസ് കോർണർ എന്ന് പറയുന്ന സ്പോട്ടാണ്. ഫിനിഷിംഗ് ലൈനിനോട് അടുപ്പിച്ചിട്ടുള്ള സ്പോട്ടിലാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് എല്ലാ വള്ളങ്ങളും ട്രയൽ പോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 11-11:30 മോർണിംഗിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ട്രയൽസാണ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. അപ്പം ഇരിക്കാമെന്നല്ല വിചാരിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തിരക്ക് ഓൾറെഡി അവിടെ ആയിക്കഴിഞ്ഞു. അപ്പം ഞങ്ങൾ കുറേ ഈ റിപ്പോർട്ടേഴ്സും ഫോട്ടോഗ്രാഫേഴ്സും ഒക്കെ ഇരിക്കുന്ന ഒരു സ്ഥലത്ത് എങ്ങനെയൊക്കെയോ ചുറ്റിപ്പറ്റി വന്നു. അപ്പോൾ സീറ്റൊക്കെ ഇട്ട് ഇരിക്കാമെന്ന് കരുതി കഴിഞ്ഞാൽ പരിപാടി തുടങ്ങിയാൽ ഫുൾ തിരക്കായിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അവസാനത്തെ കായലിൻ്റെ പുറത്തേക്ക് കാലിട്ടിരിക്കുന്ന രീതിയിലൊരു സ്പോട്ട് കിട്ടി അവിടെ ഇരിക്കാൻ തുടങ്ങി. അതാവുമ്പോൾ ഡയറക്റ്റ് വ്യൂ ആയിരിക്കുമല്ലോ. ഈ കൊല്ലം ഒരു 75 വള്ളങ്ങളാണ് ഈ റേസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതിൽ 21 ചുണ്ടൻ വള്ളങ്ങളാണത്. ചുണ്ടൻ വള്ളം എന്ന് പറയുന്നതാണ് ദേ ഇപ്പോൾ കാണുന്ന ഈ ഒരു വലിയത്. അതിലൊരു 100 to 150 വരെ ആൾക്കാർക്ക് ഇരിക്കാം. അതായത് തുഴയുന്ന ആൾക്കാർ മേ ബി ഒരു 70 or 100 മാത്രമായിരിക്കാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ ഒരു താളം കൊടുക്കാൻ വേണ്ടി പാട്ട് പാടുന്നവരും പിന്നെ താളം പിടിക്കുന്ന കുറച്ച് ആൾക്കാരും അതുകൂടാതെ കുറച്ച് ലീഡേഴ്സായിട്ട്, അതായത് ഓരോ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കാനും തിരിക്കാനൊക്കെ ഉള്ള ലീഡേഴ്സ് പോലത്തെ കുറച്ച് ആൾക്കാരൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ടാവും. പിന്നെ കുറേ ചെറുവള്ളങ്ങളും ഉണ്ടാവും ഈ കോമ്പറ്റീഷനിൽ. രാവിലെ ഒരു 11-11:30 തന്നെ ഉള്ളിൽ കയറിയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം പോസ്റ്റ് ആയിരുന്നു. പിന്നെ ആദ്യമായിട്ട് ഈ വള്ളങ്ങളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുന്നതുകൊണ്ടുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അല്ലാതെ വേറൊന്നും അവിടെ ഇല്ലായിരുന്നു. ശരിക്കും റേസ് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും കണ്ടു. പിന്നെ രാവിലെ നല്ലോണം കഴിച്ചുകൊണ്ട് അധികം വിശന്നതുമില്ല. അത്യാവശ്യം വേണ്ട വെള്ളവും ബിസ്ക്കറ്റും കേക്കെല്ലാം ഞങ്ങളെ കയ്യിലുണ്ട്. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇവരെ ഇനോഗ്രേഷൻ ഒരു 2:30 കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് വെള്ളത്തിൽ നിൽക്കുന്ന ഒരു അമ്പയറിനെല്ലാം കാണാൻ പറ്റി. ഒരു ബോട്ട് തന്നെ എടുത്തിട്ട് അവിടെ ഇറങ്ങിയിരിക്കുക അമ്പയർമാർ. ഇനോഗ്രേഷൻ സമയത്ത് എല്ലാ വള്ളങ്ങളും അവിടെ ഫിനിഷിംഗ് പോയിന്റിൻ്റെ ആ ഭാഗത്ത് നിർത്തിയിട്ടിട്ട് എന്തൊക്കെയോ ഡ്രില്ലെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് എല്ലാ വള്ളങ്ങളും സ്റ്റാർട്ടിംഗ് പോയിന്റിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആ വലിയ ചുണ്ടൻ വള്ളമെല്ലാം വളയ്ക്കുന്ന ഒരു വളയ്ക്കൽ കണ്ടില്ലേ? സ്കില്ല് വേണം, സ്കില്ല്. ആ കാണുന്നതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ബോട്ട് ക്ലബിൻ്റെയും സപ്പോർട്ടേഴ്സാണ്. എല്ലാവരും അവിടെ നിരന്ന് സെറ്റായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വൽ റേസ് തുടങ്ങുന്നതിന് മുമ്പേ ആ ട്രാക്ക് ക്ലിയറൻസ് പോലെ ഒരു സേഫ്റ്റി ചെക്ക് പോലെ സ്പീഡ് ബോട്ട്സ് പോവും. എന്നിട്ട് ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ അവർ ഫ്ലാഗ് മാറ്റി ഗ്രീനും ആക്കിയിട്ട് അവർ തിരിച്ചു പോകും. ഇത് ഇവരുടെ ഈ സംഭവങ്ങളെല്ലാം കാണാൻ ഒരു രസമായിരുന്നു കേട്ടോ. കാരണം എല്ലാം മൊത്തത്തിൽ ആദ്യമായിട്ട് കാണുമായിരുന്നല്ലോ. അങ്ങനെ ഒരു 3:45 അറൗണ്ട് ഫസ്റ്റ് റേസ് തുടങ്ങുമ്പോഴേക്കത്തെ നല്ല മഴ. പക്ഷെ ആ മഴയത്ത് വള്ളങ്ങൾ വരുന്ന കാണാനൊരു പ്രത്യേക രസമായിരുന്നു കേട്ടോ. 4 ചുണ്ടൻ വള്ളങ്ങൾ വെച്ചാണ് ഓരോ റൗണ്ടായിട്ട് ഇങ്ങനെ കോമ്പീറ്റ് ചെയ്യുക. എന്നിട്ട് അതിൽ ഏറ്റവും ഹയസ്റ്റ് വന്നിട്ടുള്ള 4 എടുത്തിട്ടാണ് ഫൈനലി മത്സരിക്കുന്നത്. റീസെൻ്റ് ആയിട്ടുള്ള 5 കൊല്ലത്തോളം പള്ളാതുരുത്തി ബോട്ട് ക്ലബിൻ്റെ കാരിച്ചാൽ ചുണ്ടനാണ് ജയിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഈ കൊല്ലം കൂടെ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡബിൾ ഹാട്രിക്കാണ് അടിക്കാൻ പോകുന്നത്. കാരിച്ചാൽ ചുണ്ടനാണെങ്കിലോ കുറേ വട്ടം മുമ്പും ജയിച്ചത് കൊണ്ട് തന്നെ ഈ ചുണ്ടൻ വള്ളങ്ങളുടെ രാജാവെന്നാണ് അറിയപ്പെടുന്നത്. ഇതിൽ ആവേശം മൂത്ത് കുറേ പ്രാന്തന്മാർ നീന്തി ബോട്ടിൻ്റെ ട്രാക്കിൽ വരെ എത്തിയിട്ടുണ്ട്. അവരെ ഓടിക്കാൻ വേണ്ടിയുള്ള സ്ക്വാഡാണത്. നമ്മൾ കമ്മിങ് ബാക്ക് ടു ടോപ്പിക്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം പള്ളാതുരുത്തി ബോട്ട് ക്ലബിൻ്റെ ഈ കാരിച്ചാൽ ചുണ്ടൻ വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയപുരം ചുണ്ടനായിട്ട് വളരെ മൈന്യൂട്ട് സെക്കൻഡ്സിൻ്റെ ഡിഫറൻസിലാണ് ജയിച്ചത്. അപ്പം പാവല്ലേ വില്ലേജ് ബോട്ട് ക്ലബ്ബ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെല്ലാം സപ്പോർട്ട് ഇപ്രാവശ്യം വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയപുരം ബോട്ടിനാണ്. 5 പ്രാവശ്യം ജയിച്ചവർ വീണ്ടും ജയിക്കുന്നതിനെക്കാട്ടും ഒരു പുതിയൊരാൾ വരുന്നതല്ലേ അതെന്തുകൊണ്ടൊരു രസം. ചുണ്ടൻ വള്ളം ഫൈനലിന് മുന്നേ കുറേ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങളും ഉണ്ടായിരുന്നു. ചുണ്ടൻ വള്ളത്തിൻ്റെ കറക്റ്റ് ഫൈനലിന് മുന്നേ നല്ല മഴക്കാറുണ്ട്. മഴ പെയ്യുമെന്ന് നമുക്ക് നോക്കാം. ഒടുവിൽ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഫൈനൽസ് എത്തിയിരിക്കുന്നു. അങ്ങനെ മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നമ്മളും ഹാപ്പി, അവരും ഹാപ്പി.
ഞങ്ങൾ ആഗ്രഹിച്ച VBC അതായത് വില്ലേജ് ബോട്ട് ക്ലബിൻ്റെ വിയപുരം വള്ളം തന്നെയാണ് ജയിച്ചത്. അങ്ങനെ ഫൈനൽ കഴിഞ്ഞു, ഒരു വിന്നറിനെ കിട്ടി, അതായത് നമ്മൾ VBCനെ കിട്ടി. ബാക്കി ചുണ്ടൻ വള്ളങ്ങളെല്ലാം തിരിച്ചു പോകാൻ തുടങ്ങി. അതിനു മുമ്പായിട്ട് ജയിച്ച ആൾക്കാർക്ക് വേണ്ടി കുറച്ച് പ്രകടനം വേണ്ടേ. അപ്പോൾ ജയിച്ച ആൾക്കാരെ ടീമെല്ലാം വന്ന് കുറേ ബോട്ടിലെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് കുറേ ഡാൻസും പാട്ടും കൂത്തൊക്കെ ഉണ്ടായിരുന്നു. കൂടെ കുറച്ച് പടക്കം പൊട്ടിക്കലും. പിന്നെ ഡേ ടൈം ആയതുകൊണ്ട് പടക്കമൊന്നും അത്ര വിസിബിൾ ആയിരുന്നില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ട്രോഫി കൊടുക്കൽ. ഞാൻ അതിന് നിന്നില്ല, അതിന് മുന്നേ ഞാൻ ഇറങ്ങി. കാരണം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ടയേർഡായിരുന്നു, കുറേ പോസ്റ്റും ആയല്ലോ. അപ്പോൾ ആസ് എ ഫസ്റ്റ് ടൈമർ എനിക്ക് സംഭവം ഇഷ്ടപ്പെട്ടു. പക്ഷേ പോസ്റ്റ് ആവലൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച്. ഇനിയിപ്പോൾ എന്താ, കള്ളുടിക്കാൻ പോയത് അങ്ങോട്ട് കാണിക്കാം അല്ലേ. ഇതായിരുന്നു ആദ്യം നടന്ന സംഭവം. പിന്നെ വള്ളംകളി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അത് ആദ്യം ഇട്ടിട്ട് കള്ളു കുടിക്കൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞിട്ടിടാമെന്നാണ് വിചാരിച്ചത്. എന്തായാലും ആലപ്പുഴയൊക്കെ വന്നു, അപ്പോൾ ആ ഒരു വൈബിൽ കള്ള് ഷോപ്പിലൊക്കെ ഒന്ന് മിനിമം കയറിയില്ലെങ്കിൽ മോശമല്ലേ. ഇതൊരു ഫാമിലി റെസ്റ്റോറൻറ്റ് പോലുള്ളൊരു കള്ള് ഷാപ്പായിരുന്നു. നമ്മൾ അധികം ദൂരത്തേക്ക് വന്നില്ല, ട്രാഫിക്കിലെങ്ങാനും പെട്ടാലോ വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ സ്റ്റേന്ന് സജസ്റ്റ് ചെയ്ത് തന്ന പോലെ നമ്മളവിടെ അടുത്തുള്ള ഒരു കള്ള് ഷാപ്പിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കരിമീനും ഒരു വരാലും ഫ്രൈ ആക്കാം അല്ലേ. ഒരു 4 കൊഞ്ച്, ഒരു താറാവും കള് വേണം ഇപ്പോഴത്തെ ഗ്ലാസ് അങ്ങനെ ചെറിയ കൂടോ കുളത്തിലല്ലേ അത് കാര്യം നമുക്ക് മനസ്സോട് സംസാരിക്കാമല്ലോ. അല്ല, ഞാൻ ചിലപ്പോ നല്ല കണ്ടായിട്ടു ചക്കര കൊമ്പിൽ മോന്തിക്കും രാവിലെ വെറും വയറ്റില് കള്ള്. കള്ളുടിയന്മാർക്ക് ഒരു മിനിമം അന്തസ്സുണ്ട്. കള്ളുകുടിയൻ സിബി നല്ല അടിപൊളി. എന്തും വേണ്ടേ കള്ളൊന്നും. കള്ളു കൊടുപ്പി, കള്ളു കൊടുപ്പി ആരതി, കള്ള് കൊടുക്കൽ മാത്രം. കള്ളു കൊടുപ്പി ഇതിലെ അല്ല അല്ലേ തൂറി കുടിക്കുന്നില്ല. കുടിച്ചിട്ടില്ല കേട്ടാ, എന്റെ ഓറാക്ട് കണ്ട ഞാൻ താറാവ് എങ്ങനെയുണ്ട്? മീൻകറി എങ്ങനെയുണ്ട് സിബി? ചാറ് പോരാ, മീൻ കഷ്ണമായിട്ട് വിടും. ഗ്രേവി ഉള്ളത് കൊടുത്തരോ. അപ്പം വേണ്ട. ചെമ്മീൻ എങ്ങനെയുണ്ട് ജിഷ്ണു? ലുക്കിൽ 100ൽ 100. വേറെ എന്തിനാ ടേസ്റ്റ് നോക്കണോ? അതേ കണക്കത്തെ വേറെ കറികളുണ്ടോ? പെട്ടെന്ന് കിട്ടുന്നൊരു കറി ടൈപ്പ് ചെയ്തല്ലേ. താറാവിന് വേണ്ട, വേറൊന്നും താറാവ് കൊള്ളാം. അതെനക്ക് വേറെ എന്താ ഉള്ളത്? താറാവിന്റെ ഗ്രേവി കട്ടിലുള്ളത് ഇല്ല. പിന്നെ മീൻകറി തന്നല്ലോ. ഇതാണോ അതല്ല, ചിക്കൻ്റെ ഒന്നുമില്ല. വള്ളംകളിക്ക് നമ്മൾ അങ്ങോട്ട് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കയ്യിൽ വെച്ച വെള്ളവും ബിസ്ക്കറ്റും കേക്കും അല്ലാതെ വേറെ ഒന്നും കഴിക്കാൻ കിട്ടില്ല എന്നുള്ള നല്ല ബോധ്യമുള്ളതുകൊണ്ട് നല്ലോണം കുത്തിക്കയറ്റിട്ടാണ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയത്.
വള്ളംകളിയെല്ലാം കഴിഞ്ഞിറങ്ങിയ ക്ഷീണത്തിൽ ആലപ്പുഴയിൽ ഒരു പഴയ ഹോട്ടലായ ബ്രദേഴ്സ് ഹോട്ടലിൽ കയറി മൂക്കുമുട്ട തിന്നാൻ ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി. അവിടെ നിന്ന് ട്രെയിനും കയറി കോഴിക്കോടേക്ക് പോയി. ഇത്ര വരെ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരും പുതിയ ഇൻഫർമേഷൻ കിട്ടിയെന്ന് തോന്നിയവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആൻഡ് പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ് ദിസ് വീഡിയോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, സീ യു നെക്സ്റ്റ് വീഡിയോ. എങ്ങനെയുണ്ട് ജിഷ്ണു ഫുഡ്? ഇവൻ ഇതേ എക്സ്പ്രഷൻ ആണല്ലോ.